ചലച്ചിത്ര നടൻ ഫഹദ് വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സംവിധായകൻ ഫാസിൽ പിതാവ് കൂടി അദ്ദേഹത്തോടൊപ്പമുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഫഹദും പിതാവ് ഫാസിലും വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യമാണ്. ആവേശം ഹിറ്റായിട്ട് ഓടുന്നു. അപ്പോൾ ആവേശമൊക്കെ സൂപ്പർ ഹിറ്റല്ലേ? ആവേശത്തോടെ ആളുകൾ നെഞ്ചേറ്റിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം കൂടി തീർച്ചയായിട്ടും ഫഹദിനുണ്ടാകും. കോട്ടയത്തേക്കൊന്ന് പോകണം. കോട്ടയത്ത് എന്താണ് പ്രത്യേകിച്ച്? ടോബി വേഗം പങ്കുവയ്ക്കൂ. ടോബി, നമുക്ക് ഒരു വിൻഡോയിൽ ഫഹദിനെ കാണിക്കാം. പ്രശ്നം വോട്ട് ചെയ്യാൻ സമയം എടുക്കുന്നു, വോട്ടിങ്ങിന് സമയം എടുക്കുന്നു. ഇപ്പോൾ ആളുകൾ ചിലർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച. എന്താ സംഭവിച്ചത്? ഞാൻ 1 മണിക്കൂർ അവിടെ നിൽക്കുന്നു. ക്രമനമ്പറിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഒരു ക്രമനമ്പർ ഇവിടെ തരുവോ തരാനായിട്ടുള്ള ആരേലും ഉണ്ടോ? അതുമില്ല. ഒരു മനുഷ്യന് ഈ ഹെൽപ്പ് ഡെസ്കിൽ ഇരിപ്പില്ല. ഒത്തിരി നേരം നിൽക്കുന്നത്. 1 മണിക്കൂറാണ് നിൽക്കുന്നത്. ഈ ചൂടത്ത് 1 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുന്നത്. എനിക്കിനി പോയിട്ട് വേണം അമ്മയെ പിന്നെ വൈഫിനെ വിളിച്ചോണ്ട് പോയിട്ടാൽ ഈ ക്രമനമ്പർ കിട്ടാൻ താമസം. എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് വന്ന ഞാൻ ഇപ്പോഴാണ് വോട്ട് ചെയ്തത്. ഇതെന്ത് താമസമാണ്? ആ BP ശബ്ദം കേൾക്കുന്നത് 3 മിനിറ്റ് എടുക്കും. ഇത് മനഃപൂർവ്വമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ബൂത്തിൽ പ്രശ്നമായിരുന്നു. വോട്ടർമാർ വന്നിട്ട് തിരിച്ചു പോവുക. അതാണ്, അതായത് അല്പസമയം മുമ്പാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ വന്ന് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചത്. പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള 73-74 ബൂത്തുകളാണ്. അവിടെയാണ് വലിയ ക്യൂ ഉള്ളത്. ഈ വോട്ട് ചെയ്ത് മാറുന്നതിന്, വോട്ടിങ്ങിന് ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും സമാനമായ രീതിയിലുള്ള ചില ആക്ഷേപങ്ങൾ ചാണ്ടി ഉമ്മൻ അടക്കം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തി